നയന ഓഫീസിലേക്കൊക്കെ പോയിട്ട് വല്ലാതെ ക്ഷീണിച്ചു വരുന്നുണ്ട് കേട്ടോ. ആദർശം അങ്ങനെ തന്നെ വരികയാണ്. അങ്ങനെ വന്ന ശേഷം നയന റൂമിൽ പോയി കുളിച്ചിട്ടൊക്കെ ഫ്രഷ് ആയിട്ടൊക്കെ താഴേക്ക് ഇറങ്ങി വരികയാണ്. വന്നിട്ട് അവിടെ ഇങ്ങനെ സെറ്റിൽ ഇരിക്കുന്നുണ്ട്. നവീൻ ചോദിക്കാണ് എന്താണ് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ചേച്ചി, നല്ല സ്ട്രെയിൻ ഉണ്ട്, തലയ്ക്ക് നല്ല വേദന എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഞാനൊരു കോഫി ഇടാം എന്ന് പറയാണ്. ഈ സമയത്ത് അടുക്കളയിൽ നിൽക്കായിരിക്കട്ടോ അനാമിക. ദേവേനി പറയുന്നുണ്ട് എങ്കിൽ അനാമികയോട് പറയാം നീ അവിടെ ഇരുന്ന മോളെ എന്ന് പറഞ്ഞ് നവീൻ അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അനാമിക ജനാനിക്ക് ഒരു കോഫി കൊണ്ടുവന്നേ എന്ന് പറയുമ്പോഴേക്കും അനാമിക ഞെട്ടിപ്പോകുന്നുണ്ട്. ജാനകി എന്നിട്ട് ചോദിക്കാണ് എന്താ ചേച്ചി പറഞ്ഞത്, നയനയ്ക്ക് എന്റെ മരുമകൾ കോഫി എടുക്കാനോ? അതിനെന്താ പ്രശ്നം? നയന എല്ലാവർക്കും കോഫി എടുക്കുന്നതല്ലേ, അനാമികയും കൊടുക്കുന്നതല്ലേ, പിന്നെ അനാമിക നയനയ്ക്ക് കൊടുത്ത എന്താ പ്രശ്നം എന്ന് ദേവേനി ചോദിക്കുന്നുണ്ട്. അപ്പൊ അനാമികയെ പോലെയാണോ നയന? അതിനെന്താ പ്രശ്നം? രണ്ടുപേരും പെൺകുട്ടികൾ തന്നെയല്ലേ, അതുപോലെ തന്നെ രണ്ടുപേരും ഈ വീട്ടിലെ മരുമക്കളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അതല്ല ചേച്ചി പറഞ്ഞത്, അവളുടെ കുടുംബമഹിമ എന്താ, എന്റെ മരുമകളുടെ കുടുംബമഹിമ എന്താ, അതൊക്കെ അറിഞ്ഞിട്ടാണോ ചേച്ചി സംസാരിക്കുന്നത്? അനാമിക എവിടെ നിൽക്കുന്നു, ഇവിടെ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ് അമ്മ വേണ്ട, ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ പോയി ഉണ്ടാക്കി കുടിച്ചോളാം, അല്ല ചേച്ചി പൊക്കോളും എന്ന് പറയുന്നുണ്ട്. അത് പറ്റില്ലല്ലോ നയന, നീ വീട്ടിലുള്ള എല്ലാവർക്കും അല്ലേ ചായയും കോഫിയൊക്കെ കൊടുക്കാറ്, അനാമികയും കൊടുത്തിട്ടില്ലേ? ഇപ്പൊ നീ ഓഫീസിൽ പോയിട്ട് കഷ്ടപ്പെട്ട് വരുന്നതാ. ഓഫീസിൽ ഒരു ദിവസം പോയ ടയർനെസ് എന്താണെന്ന് എനിക്കറിയാം, ഞാനും പോയിട്ടുള്ളതാ. അതുപോലെ തന്നെ ആദർശും ജയേട്ടനും അങ്ങനെ എല്ലാവരും അജയനും എല്ലാവരും ഓഫീസിലേക്ക് പോയി കഷ്ടപ്പെട്ട് വരുന്നവരാ. അതുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നേരം വെളുത്ത് വയ്യോളം ഓഫീസിൽ പോയി കഷ്ടപ്പെട്ട് വന്നിട്ട് വീട്ടിലെ ജോലി കൊണ്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയാണ് വേണ്ടമേ, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരിക്കെ എന്ന് ദേവയാനി പറയാണ്. ചാടി ഒരുപാട് ദേവേനെ ചോദിക്കാണ് അല്ല നിന്റെ മരുമകൾക്ക് എന്താ വലിയ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അവക്ക് കൊമ്പുണ്ട്, അവക്കെ സ്വത്തും പ്രതാപവും എല്ലാം ഉണ്ട്. അവളെ ഈ വീട്ടില് ആലോചിച്ച് നേരെ ഉറപ്പിച്ച് കയറി വന്നവളാ, അല്ലാതെ ചേച്ചിയുടെ മരുമകളെ പോലെ കള്ളത്തിനെ കാണിച്ച് കയറി വന്നവളല്ല. അവളും അവളുടെ ചേച്ചിയും കള്ളത്തിനെ കാണിച്ച് കയറി വന്നവരാ. എന്നിട്ട് അവളുടെ അനിയത്തിയെയും കൂടി ഇങ്ങോട്ടേക്ക് കെട്ടുകെട്ടിക്കാൻ നോക്കുക, നാണമില്ലാത്തവന്മാര് എന്നൊക്കെ പറയുന്നുണ്ട്. ദേവേനി പറയുന്നുണ്ട് ജാനകി സൂക്ഷിച്ച് സംസാരിക്കണം, ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. നയന ആ കാര്യത്തിൽ യാതൊരു അറിവുമില്ല. നയന ഓൾറെഡി രണ്ടുപേരോടും പറഞ്ഞു മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാ. അതൊക്കെ ഞാനിവിടെ നേരത്തെ പറഞ്ഞ കാര്യമാ, ഇനി എന്നെക്കൊണ്ട് പറയിക്കാൻ നിൽക്കണ്ട എന്ന് അവൾ പറയുന്നുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. ജാനകി പറയുന്നുണ്ട് എന്തൊക്കെ ആയാലും എന്റെ മരുമകളെ കൊണ്ട് കോഫി ഇടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ കോഫി ഇട്ടാ കുഴപ്പമെന്ന് ചോദിക്കുന്നേ? ഈ വീട്ടിലെ വേലക്കാരുടെ സ്ഥാനമുള്ള നയനയ്ക്ക് അവക്ക് എന്റെ മരുമകൾ കോഫി കൊടുക്കാനോ? എന്റെ മരുമകളെ അനന്തപുരി തറവാട്ടിലെ മരുമകളാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നയന എന്താ വല്ല വേറെ വല്ല വീട്ടിലെ മരുമകളാണോ? അവളും ഈ അനന്തപുരി തറവാട്ടിലെ മരുമകളാ. അത് മാത്രമല്ല ഈ വീട്ടിലെ മൂത്ത മരുമകളുടെ സ്ഥാനം എനിക്കാ, എന്റെ മരുമകൾ അവള്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത തലമുറയിലെ ഏറ്റവും മൂത്ത മരുമകള് എന്റെ നയന തന്നെയാണ് എന്ന് ദേവേനി പറയുന്നുണ്ട് കേട്ടോ. ദേവേനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇങ്ങനെ അങ്ങേര് സംസാരിച്ചല്ലോ. അപ്പൊ ഈ ഒരു പ്രശ്നം കേട്ടുകൊണ്ട് ജയനും അജയനും അതുപോലെ തന്നെ ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഹാളിലേക്ക് വരികയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു ബഹളം, ഇപ്പൊ ഏത് സമയം ഇവിടെ അടിവെള്ളേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ ചോദിക്കാണ്. അപ്പോഴേക്കും ദേവേനി പറയാണ് അല്ലമ്മേ, അവള് വയ്യാതെ ഓഫീസിൽ നിന്ന് വന്നതാ, അവൾക്ക് നല്ല തലവേദന സ്ട്രെസ് ഒക്കെ ഉണ്ട്, അവളിവിടെ നിൽക്കായിരുന്നു. ഈ സമയത്ത് അവളൊരു കോഫി വേണമെന്ന് നവ്യ പറഞ്ഞു, കോഫി അവളോട് ഇട്ട് കൊടുക്കാന്ന്. നവ്യ പ്രഗ്നന്റ് ആയിരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ അനാമിക അടുക്കളയിൽ നിൽക്കുന്ന കണ്ടു, അടുക്കളയിൽ നിൽക്കാണല്ലോ, അതുകൊണ്ട് ഒരു കോഫി ഇട്ട് തരാൻ പറഞ്ഞപ്പോഴേക്കും അവള് പറയാൻ പറ്റില്ലാന്ന്. അവളുടെ അമ്മായിമ്മ പറയാ നയന വീട്ടിലെ വിലക്കാരെ സ്ഥാനമേ ഉള്ളൂ, അവൾക്ക് ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ല, അനാമിക വലിയ കൊമ്പത്തെ പുള്ളിയാണെന്നും നയനയ്ക്കൊന്നും ഇല്ലാത്തവളാണെന്നും പറഞ്ഞിട്ട് ഇവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കാണ് എന്താ ജാനകി ഞാൻ ഈ കേക്ക് നിൽക്കാൻ ചോദിക്കുന്നുണ്ട്. അതെ അമ്മേ, ഞാൻ പറഞ്ഞതിൽ എന്താ കള്ളത്തിലുള്ളത്? അനാമിക വന്ന വഴിയും ഇവളുമാര് വന്ന വഴിയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെ ഇവളുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അത് നമുക്കറിയാലോ. എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണോ അനാമികയോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവിടെ ഞങ്ങൾ ലഞ്ച് ഉണ്ടാക്കുന്നതിന് വലിയ കാര്യം, ഇവള് ഓഫീസിലേക്ക് പോയിട്ട് കെട്ടിലമ്മ ചുമന്നിരുന്നാല് ഞങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണോ എന്നൊക്കെ ജാനകി ചോദിക്കാണ്. ജാനകിയുടെ മുത്തശ്ശി ചോദിക്കാണ് അല്ല ജാനകി എന്നോട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? നയനമോളല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അതുകൊണ്ട് ഈ വീട്ടിലെ മൂത്ത മരുമകൾ സ്ഥാനം അവൾക്ക് തന്നെയാ. ദേവേനിക്ക് ശേഷം ഈ വീടിന്റെ താക്കോലും അവൾക്കുള്ളത് തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. അനാമിക ഇപ്പൊ കിച്ചണിലല്ലേ, അവള് അവിടെ ഒരു കോഫി ഇട്ടാല് അവൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ജാനകി പറയുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നയനയ്ക്ക് അവള് കോഫി ഇട്ട് കൊടുക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ.
മുത്തശ്ശി ചോദിക്കാണ് അതിന്റെ കാരണം ഞാൻ ചോദിച്ചത്. നയന മോള് ഈ വീട്ടില് കോഫി ഇട്ട് എല്ലാവർക്കും കൊടുത്തിട്ടില്ലേ? നീ അത് സന്തോഷത്തോടെ മേടിച്ച് ഇത്രയും കാലം കുടിച്ചില്ലേ? ഇവിടെ വന്ന് കയറിയ പിന്നല്ലേ നിനക്ക് പറ്റില്ലാത്തത് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, എന്ത് ന്യായം അമ്മേ എല്ലാരും കൂടി പറയുന്നത്? അനാമിക മോളെപ്പലാണോ ദേ ഈ വന്ന് കയറിയ രണ്ടവളമാരും രണ്ട് ദരിദ്രവാസികള്? ഇവമാർക്ക് ഇപ്പൊ അവള് അനാമിക ഉണ്ടാക്കി കൊടുക്കണോ ഫുഡൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ വരുന്നുണ്ട്. ആഞ്ഞ് നമ്മുടെ ജലജയുടെ കവളത്തിന് ഒരു അടി കൊടുത്തിട്ട് പറയാണ്, ഇനി മേലാൽ ഇത് ഞാൻ കേൾക്കരുത്. നീ എന്താ നയനെ നവ്യം വിളിച്ചത്? ദരിദ്രവാസികളെന്നോ? അപ്പൊ നീ ആരാടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാരും മുമ്പിൽ വെച്ച് ജലജ ഒന്നും മിണ്ടാൻ പറ്റാൻ നിൽക്കാണ്. എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട, അതായിരിക്കും നിനക്ക് നല്ലത്. നിന്നെക്കാളും വാല്യുണ്ട് ഇവളുമാർക്ക് ഇവിടെ, മനസ്സിലായല്ലോ? പിന്നെ നയനയുടെ ഒരു ഡിസൈനും അവളുടെ ഇപ്പോഴത്തെ പെർഫോമൻസും കൊണ്ട് കമ്പനിക്കുണ്ടായി ലാഭമൊന്നും ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറയാം അതിന്റെ കണക്കൊക്കെ. ആദർശ് ആ കണക്കുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ലാപ്ടോപ്പ് മേടിക്കുന്നുണ്ട്. ലാപ്ടോപ്പിൽ കണക്ക് കൂട്ടിയിട്ട് മുത്തശ്ശൻ പറയാണ്, കഴിഞ്ഞ വർഷത്തെ ട്രേണോവറിന്റെ ഒരു ഷെയർ എന്നോണം നയനയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ട ക്യാഷ് എത്രയെന്നറിയാവോ? 2 കോടി രൂപ. അപ്പം അവൾ ദരിദ്രവാസി എന്നറിയില്ലോ, അവള് കോടീശ്വരി തന്നെയാ. വേണമെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് ഈ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും അവളുടെ അക്കൗണ്ടിലേക്ക്. പക്ഷെ നയനമോളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് അത് ഞാൻ വേണ്ടെന്ന് വെക്കുന്നത്. എന്നിട്ടാ അവള് 1 ലക്ഷം രൂപയ്ക്ക് കമ്പനിയിൽ ജോലി ചെയ്യുന്നേ. ആ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട. ഇപ്പോഴും അവള് രാപകലില്ലാതെ നമ്മുടെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിലെ നിന്റെ മരുമകൾ അനാമികയെക്കാട്ടിലും വാല്യൂ നയനയ്ക്ക് തന്നെയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് അനാമികയും ജാനകിയും ഒന്നും മിണ്ടാതെ അലകുണിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടെ കോഫി വന്നിരിക്കണം എന്ന് അനാമികയോടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് നയനമോക്ക് നീ തന്നെ കൊണ്ട് കൊടുക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ. അനാമിക ജാനകിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ജാനകി തലകുണിച്ച് നിൽക്കുകയാണ്. അനാമിക മനസ്സിലോർക്കാണ്, ഈ തള്ളയ്ക്ക് കൊടുത്ത വേസ്റ്റാ, ഒരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞിട്ട് അനാമിക പെട്ടെന്ന് ഗ്യാസ് കത്തിക്കുന്നുണ്ട്. അങ്ങനെ ചായ വെക്കാണ്. അങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ച് നാണം കിട്ട് തലകുനിച്ച് അനാമിക കോഫി കൊണ്ടുവന്ന് നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുക്കുമ്പോഴേക്കും നയനെ രൂക്ഷഭാവത്തിൽ ഇങ്ങനെ നോക്കാണ് അവള്. അങ്ങനെ നയന മനസ്സില്ലാ മനസ്സോടെ അത് മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയാണ്, എന്തായാലും മുത്തശ്ശൻ കലക്കിയല്ലേടി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ ചിരിക്കുന്ന കൂടെ കാണുമ്പോൾ അനാമിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക തിരിച്ചു പോവാണ്. ഈ സമയത്ത് ദേവേനി പറയുന്നുണ്ട്, എല്ലാവരോടും ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഈ വീട്ടിലെ മൂത്ത മരുമകള് നയന തന്നെയായിരിക്കും. അവളുടെ അധികാരം കഴിഞ്ഞിട്ട് മതി ഇവിടെയുള്ളവരുടെ. അവൾ ഓഫീസിൽ പോയി ക്ഷീണിച്ചു വരുന്നതാ. അതുകൊണ്ട് അവളെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിക്കാന്ന് ആരും കരുതണ്ട. വേണമെങ്കിൽ 2 സെർവൻസിനെ കൊണ്ട് കൂട്ടിയിടാനാ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദർശോട് പറഞ്ഞിട്ടുണ്ട്, ആദർശ് അന്വേഷിക്കുന്നുണ്ട്. അതുവരെ മാത്രമേ അനാമികയും ജാനകിയൊക്കെ അടുക്കള കയറേണ്ടി വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ശിക്ഷ തന്നത് അച്ഛനാ. അച്ഛൻ അമ്മന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നയനെ വെറുതെ ചൊറിയാൻ പറ്റാണല്ലോ നിങ്ങൾക്ക് ഈ അടുക്കള പറഞ്ഞ ഇപ്പൊ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും, അതായത് ജാനകിയും അനാമികയും ജലജയും അവിടെ തലകുണിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും മാറിയ ശേഷം അനാമിക കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജാനകിയും ജലജയും ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനാമിക പറയാണ്, കണ്ടില്ലേ എല്ലാവരും മുമ്പിൽ ചെന്ന് നാണം കിടത്തി. അവൾക്ക് എന്നോട് കോഫി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയില്ലേ, ഞാൻ ഇവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞ് അവള് കരയുന്നുണ്ട് കേട്ടോ. ജാനകി പറയുന്നുണ്ട്, എന്റെ മോളിൽ നിന്ന് പോവാനോ അതിനൊന്നും ഈ അമ്മ സമ്മതിക്കില്ല. ഇതിന്റെ ബാക്കി സ്റ്റോറി നമ്മൾ അടുത്തതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ്സായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.